ഇനി ടി സിദ്ദിഖാണ് അടുത്തതായി മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ടി സിദ്ദിഖാണ് ആദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. വയനാടിന്റെ പ്രതിനിധിയായി ടി സിദ്ദിഖ് മന്ത്രിസഭയിലേക്ക് എത്തുന്നു. കൽപ്പറ്റയിൽ നിന്നും ജയിച്ചു കയറിയ വ്യക്തിത്വം. നമുക്കറിയാം, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് തന്റെ സ്ഥാനാർത്ഥിത്വം ത്യാഗം ചെയ്ത വ്യക്തിത്വം കൂടിയാണ് ടി സിദ്ദിഖ്. ഇത്തവണ വയനാട് ജില്ലയുടെ പ്രതിനിധിയായിട്ട് ടി സിദ്ദിഖ് മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അത് വയനാടിനെ അഭിമാനിക്കാം. വയനാടിന്റെ വികസന കാര്യങ്ങളിൽ ടി സിദ്ദിഖ്, നമുക്കറിയാം, ഈ പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ, ആ ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം ടി സിദ്ദിഖ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ടി സിദ്ദിഖ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം, അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കോൺഗ്രസിന്റെ മികച്ച പോരാളിയായി അറിയപ്പെടുന്ന ടി സിദ്ദിഖ് മന്ത്രിപദം വയനാടിനും കോഴിക്കോടിനുമുള്ള UDFന്റെ ഒരു സമ്മാനം തന്നെയാണ്. KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും വളർന്നു വന്ന സിദ്ദിഖ്, അദ്ദേഹം എന്നും ഒരു പോരാട്ട വീര്യം കാഴ്ചവെച്ച വ്യക്തിത്വമാണ്. എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന വാക്ചാതുര്യവും ചടുല നീക്കങ്ങളും ടി സിദ്ദിഖിന് ധാരാളം ആരാധകരെയൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പിന്മാറിയ ടി സിദ്ദിഖിന് പാർട്ടി പിന്നീട് കൂടുതൽ അവസരങ്ങൾ നൽകിയെന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ നിയമസഭയിൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുവാൻ ടി സിദ്ദിഖിന് സാധിച്ചിട്ടുണ്ടെന്നതാണ് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം. KSUവിലൂടെയൊക്കെ രാഷ്ട്രീയ മേഖലയിലേക്ക് വന്ന വ്യക്തിത്വമാണ്. ബികോം LLB ബിരുദധാരിയാണ് ടി സിദ്ദിഖ്. 2014 കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലും 2016 കുന്നമംഗലം നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു. ഒപ്പം നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം ഏർപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചുരുൾമല മുണ്ടക്കൈ ദുരിത സമയത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ വളരെയധികം ശ്ലാഘനീയം തന്നെയായിരുന്നു എന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മന്ത്രിസഭയിലേക്ക് ആദ്യമായി അദ്ദേഹം വരുന്നു. വയനാടിനും ഒപ്പം തന്നെ കോഴിക്കോടിനും ഒക്കെ അഭിമാനിക്കാം ടി സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ.